അവളുടെ ഇന്നത്തെ ആ വരവും പോക്കും എന്തിനായിരുന്നു അറിയണമല്ലോ കുറിപ്പ്. അതെ, സംശയിക്കേണ്ട വർക്കമാണ്. അതുകൊണ്ടാണ് നമുക്കൊരു കാര്യം ചെയ്താലോ. ഇന്നത്തെ നേരത്തിന് കാർ അവിടെ കൊണ്ടിട്ട് ഇന്ന് വിളിച്ചോണ്ട് വന്നാലോ? കേറിയില്ലെങ്കിലോ? കേറാതിരിക്കൂ, കേറും. ടൗണിലേക്ക്. അയ്യോ, നീ എന്താ പാദസരി വിടാത്തെ? ആ ഫാമിലി റൂം ഒഴിവുണ്ടെങ്കിൽ ആ പാർട്ടി അതിലോട്ടിരുത്തെ. ഇപ്പൊ പേടി മാറിയോ? പേടി. ഞാൻ ആദ്യമാ ഇങ്ങനെയൊക്കെ. ആണോ? ഞാനും അതെ. നീ ഇങ്ങനെ ചെരുപ്പിടാതെ നടന്നാ പറ്റുകയില്ല. ഇന്ന് ഞാൻ നിനക്ക് ഒരു ജോഡി ചെരുപ്പ് വാങ്ങിച്ചു തരും. വേണ്ട വേണ്ട, ഇത്രയും കാലം ചെരുപ്പില്ല നടന്നിട്ട് എന്റെ കാലം തേഞ്ഞിട്ടൊന്നുമില്ല. അതൊന്നും ഇവിടെ കേൾക്കണ്ട. ഒന്നുകിൽ ഒരു ജോഡി ചെരുപ്പും ഒരു വാച്ചും, അല്ലെങ്കിൽ 2 സാരിയും അതിലൊത്ത അരിയുടുപ്പും. ഇതിലേതെങ്കിലും ഒന്ന് വാങ്ങിച്ചു തന്നിട്ട് നിന്നെ ഇന്ന് ഞാൻ അയക്കത്തുള്ളൂ. ഓ, ഐ എം സോറി. നമുക്ക് പോവാൻ പോത്രണ്ണ. ഇത് കാണുന്നവർക്കെല്ലാം മനസ്സിലാവും. എന്തോന്ന്? എങ്ങനെയെന്നറിയാവോ മനസ്സിലാകുന്നേ? നീ ഹാഫ് സാരി കൊടുത്തോണ്ട് എന്നോട് ഇരിക്കുന്നുണ്ടാ. സാരി കൊടുത്തോണ്ടോ വരട്ടെ, ഒറ്റയാളും നോക്കത്തില്ല. കാര്യം ചെയ്യാം, അയാളെ വിളിച്ച് ഇവിടെ റൂം കിട്ടുമോ എന്നൊന്ന് തിരക്കാം. ഓ, എന്തിന്? ചുമ്മാ വെറുതെ സംസാരിച്ചിരിക്കാം. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അങ്ങ് പോവാം. അപ്പൊ അങ്ങനെയല്ലേ വിചാരിച്ചത്? ഞാൻ കളി പറഞ്ഞേനെ. കളി വെള്ളം ഉണ്ടാക്കാതെ ഹോട്ടലാ, നമുക്ക് റൂം എടുക്കണ്ട. വേഗം പോവാം. റൂം വേണോ സാർ? വേണ്ട. ഫാമിലിക്ക് റൂം കൊടുക്കും. വേണ്ട വേണ്ട, നിങ്ങൾ ആ വേഗം ആ ബില്ല് കൊടുത്തേക്ക്. വേഗം.
ഞാനെന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. മില്ലിനകത്ത് പവിത്രം കൊച്ചേട്ടൻ ചാരിയസരെ കിടന്നുകൊണ്ട് ഉണ്ണിയപ്പം തിന്നുന്നു. പെണ്ണ് നിലത്തിരുന്ന് ചോറ്റുപാത്രത്തിൽ നിന്ന് ഓരോന്നോരോന്നൊക്കെ എടുത്ത് കൊടുക്കുന്നു. അതിനിപ്പോ എന്താ, അങ്ങനെ കൊച്ചിലെ മുതലേ അതിനെ അറിയുന്നതല്ലയോ? ഏതായാലും ഞാനിതൊന്നും ചോദിക്കാനും പറയാനും പോകുന്നില്ല. അയ്യോ എന്റെ ജാനകി, അങ്ങനെയല്ല. ഒരു കാര്യങ്ങളും വിലക്കണം. അവര് കൊടുക്കുന്ന ആഹാരങ്ങൾ ഒന്നും തുടരുമെന്ന് പറയണം. മൂത്തവളുടെ വിദ്യ ചിലപ്പോൾ എവർക്കും കാണും. കൂടോത്തരത്തിന്റെ ഇടപാട് വെച്ച് നടത്തിയ മറ്റവൾ ആണുങ്ങളെ പിടിക്കുന്നത്. ഉറങ്ങുമ്പോൾ നോക്കിയാൽ മതി. ഉള്ളി ചെന്നിട്ടുണ്ടേ ഉറക്കത്തിൽ പിച്ചും പേയും പറയും. അടി കൊണ്ടതുപോലെ കിടന്നുരുണ്ട് പറയും. ഞാനിപ്പോ വീട്ടിൽ ചെന്നിട്ട് എന്ത് പറയുമോ എന്തോ. നിന്റെ അണ്ണൻ വാങ്ങിച്ചെന്നാണ് പറയണം. നിന്റെ ചേച്ചിയും ആ നസാണിയും തമ്മിൽ എങ്ങനെയാ ഇപ്പം? ആ, ഞാനൊന്നും തിരക്കാറില്ല. ഞങ്ങള് തമ്മിലിപ്പം വലിയ മിണ്ടാട്ടം പോലും ഇല്ല. അണ്ണനെ വഞ്ചിച്ചതോടെ ഞാനും അവരെ അങ്ങ് വെറുക്കും. ചേച്ചിക്ക് ആർത്തി കൂടിയതുകൊണ്ടാ ഇപ്പൊ കിടന്ന് കഷ്ണിക്കുന്നത്. അല്ലായിരുന്നെങ്കിൽ ഇപ്പൊ എന്താ, മഹാറാണിയെ പോലെ കഴിയരുതായിരുന്നു. അവൾക്കതിനുള്ള യോഗമില്ല. ആർക്കറിയാം, ചിലപ്പോ നിനക്കായിരിക്കും അതിനുള്ള യോഗം വെച്ചേക്കുന്നത്. ഒന്നും മിനിങ്ങി പെണ്ണ് അല്ലയോ? എവിടുന്നായി മിനുക്കമെന്നാ ഞാനും ആലോചിക്കുന്നേ. മിനിങ്ങണ്ട സമയമാവുമ്പോ പെമ്പിള്ളേര് കയറി അങ്ങ് മിനിങ്ങും. പിന്നെ ഞാൻ ഈയിടെ വരെ പോകാനുള്ള മരുന്ന് കൊടുത്തു. കുറെ വരെ പോയാലും ആള് തെളിയും. വരെ പോയില്ലാലും ആള് തെളിയും. ജമേന്തി, ഞാനൊന്നും കേൾക്കുന്നില്ല കാണുന്നില്ല എന്ന് വിചാരിക്കരുത്. ഇതൊക്കെ ഈ സാരി വാങ്ങിക്കുള്ള ആ സാരി കൊടുത്തെന്നാ എനിക്കറിയേണ്ടത്. അത് ഞാൻ കൊടുത്തു. അവളെ പ്രതി മാമച്ചായ മനസ്സ് വിഷമിപ്പിക്കണ്ട. അതിന് ഞാനുണ്ട്, ഞാനിത് നോക്കുന്നുണ്ട്.